ഫോണിൽ സംസാരിച്ച് തീർന്ന ശേഷം സത്യഭാമയ്ക്ക് ഗുളികയുമായി വരികയാണ് അവിടുത്തെ സെർവന്റ്. ദായി ഗുളിക കഴിച്ചില്ല. അന്നേരം സത്യഭാമ പ്രീതിയോട് പറയുകയാണ്, മോള് ചെല്ല്, ഞാൻ ഈ ഗുളികയൊക്കെ കഴിക്കട്ടെ. പ്രീതി പോയ ശേഷം സത്യഭാമ ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ സത്യാമേ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ പ്രീതിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു നോട്ടം വേണമെന്ന്. ഇപ്പോഴെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, അവളോടൊപ്പം സ്കൂളിൽ പഠിച്ച ആളാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു, ഏതോ ഒരു മുംതാസ് ബീഗം. സംസാരത്തിലൊന്നും ഒരു കുഴപ്പവും തോന്നിയില്ല. പക്ഷേ ആ ശബ്ദം മുൻപ് എവിടെയോ ഞാൻ കേട്ട് മനസ്സിൽ കൊത്തിവെച്ചതുപോലെ അത് തോന്നുന്നു. എവിടെയോ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. അന്നേരം ശാലിനി അർജുനോട് പറയുകയാണ്, അർജുനേട്ടൻ പറഞ്ഞത് ശരിയാണ്. നല്ല ഒന്നാം തരം ഫസ്റ്റ് ക്ലാസ് കടഞ്ഞെടുത്ത ബുദ്ധിക്കാരിയാണ് ഏട്ടന്റെ അമ്മായിയമ്മ സത്യഭാമ. അർജുൻ പറയുകയാണ്, അവരൊരു വിഷമാണ് ശാലിനി. അതുകൊണ്ട് തന്നെ എന്റെ പ്രീതിയെ ഇന്ന് കാണാമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ല. അർജുനേട്ടൻ സമാധാനിക്ക്. പ്രണയം സത്യമാണെങ്കിൽ ദൈവങ്ങൾ കാവലുണ്ടാകും എന്നല്ലേ പറച്ചില്. നമുക്ക് നോക്കാമെന്നേ, എല്ലാം ശരിയാകും. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ ബാൽക്കണിയിൽ നിൽക്കുന്ന പ്രീതിയുടെ അടുത്തേക്ക് വിഷ്ണു എത്തുകയാണ്. കയ്യിലിരുന്ന ഗിഫ്റ്റ് പുറകിൽ ഒളിപ്പിച്ചു വെച്ച ശേഷം വിഷ്ണു പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പ്രീതി എന്ന് വിളിക്കുമ്പോൾ പ്രീതി തിരിഞ്ഞു നോക്കുകയാണ്. ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയാണ്, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഏട്ടാ. അതെ, കണ്ണടച്ചിട്ട് ആ വായൊന്ന് തുറന്നേ. പ്രീതി കണ്ണടച്ച് വാ തുറന്നു നിൽക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പാക്കറ്റിൽ നിന്നും കപ്പലണ്ടി മിഠായി എടുത്ത് പൊട്ടിച്ച് പ്രീതിയുടെ വായിൽ വെച്ചു കൊടുക്കുകയാണ് വിഷ്ണു. പ്രീതി ചോദിക്കുകയാണ്, എന്താ ഇത്, കപ്പലണ്ടി മിഠായിയോ? അതെ, ചെറുതായിരുന്നപ്പോൾ നീ ഇതിനു വേണ്ടിയിട്ടാണ് വാശി പിടിച്ചിരുന്നത്. എന്നിട്ട് അമ്മ പറയും മിഠായി അധികം കഴിക്കേണ്ട, പല്ല് ചീത്തയായി പോകുമെന്ന്. എന്നാലും ഏട്ടന്റെ വക എന്റെ അനിയത്തിക്കുട്ടിക്ക് ഒരു കപ്പലണ്ടി മിഠായി എന്നും തരുമായിരുന്നില്ലേ? പ്രീതി പറയുകയാണ്, ശരിയാണ്, പക്ഷെ ഇന്ന് ഞാൻ ആ ഇഷ്ടങ്ങളൊക്കെ മറന്നുപോയി ഏട്ടാ. ഇന്നെന്റേത് ഒരു വരണ്ട ജീവിതമാണ്. അറിയാം മോളെ, പക്ഷെ പഴയ ഇഷ്ടങ്ങളൊക്കെ ഓർത്തെടുക്കാനും സാധിക്കാനുമുള്ള ദിവസമാണിത്. മോള് പറയും, ഇന്ന് എന്തൊക്കെയാണ് എന്റെ അനിയത്തിക്കുട്ടിയുടെ പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം? സന്ധ്യയ്ക്ക് അമ്പലത്തിൽ പോയൊന്ന് തൊഴണം. ഒപ്പം പേരുന്നാളും പറഞ്ഞ് ഒരു പൂജയും അർച്ചനയും, അത്ര തന്നെ. അത് കേട്ട് വിഷ്ണു പറയുകയാണ്, അതൊക്കെ എന്നുമുള്ള പതിവുകളല്ലേ, എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. വീട് വിട്ടാൽ അമ്പലം, അമ്പലം വിട്ടാൽ വീട്. കുറെ കാലമായല്ലോ നിന്റെ ഈ രീതികൾ. ഇന്നിപ്പോ എന്റെ മോൾക്ക് പോകാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് പറയുക. ഏട്ടൻ കൊണ്ടുപോകാം നിന്നെ അവിടെ. അതൊന്നും വേണ്ട ഏട്ടാ, എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഏട്ടൻ എന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല. വിഷ്ണു പറയുകയാണ്, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. മോള് സ്ഥലം ഏതാണെന്ന് പറയും. ഈ ഭൂമിയിലെ ഏത് സ്ഥലമാണെങ്കിലും ഈ ഏട്ടൻ കൊണ്ടുപോയിരിക്കും. എടി, സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ വാക്കാണിത്. വിഷ്ണുവിന് വാക്കൊന്നേയുള്ളൂ. അപ്പോ നീ സ്ഥലം ഏതാണെന്ന് പറയ്. ഒന്ന് ആലോചിച്ച ശേഷം പ്രീതി പറയുകയാണ്, സ്ഥലം ഏതാണെന്ന് കൃത്യമായി എനിക്കറിയില്ല. പക്ഷെ ഇഷ്ടമുള്ളതും പോകാൻ ആഗ്രഹിക്കുന്നതും അർജുനേട്ടന്റെ അടുത്താണ്. അത് കേട്ട് വിഷ്ണുവിന്റെ മുഖം ഒന്ന് വാടുകയാണ്. വിഷ്ണുവിന്റെ മുഖഭാവം കണ്ട് പ്രീതി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഏട്ടനാവില്ലെന്ന്. ഏട്ടൻ അത് മറന്നു കളഞ്ഞേക്ക്. പ്രീതിയുടെ ജന്മം ഇങ്ങനെയാണ്. കൈയെത്തും ദൂരത്തെത്തിയിട്ടും കൈവിട്ടു പോയിരിക്കും കാര്യങ്ങൾ. പ്രീതിയുടെ സങ്കടം കണ്ട് സന്തോഷം വരുത്തിക്കൊണ്ട് വിഷ്ണു പറയുകയാണ്, ആര് പറഞ്ഞു പോകാൻ പറ്റില്ലെന്ന്? നമ്മൾ പോകുന്നു. നീ ആഗ്രഹിക്കുന്ന ആളെ കാണാൻ. അപ്പോൾ അമ്മ എന്ന് ചോദിക്കുകയാണ് പ്രീതി. അമ്മയോട് എന്തു പറയും ഏട്ടൻ? അമ്മയോട് തൽക്കാലം ഒരു കള്ളം പറയാം. അമ്മയോട് ഏട്ടൻ കള്ളം പറയാനോ? ഒരു നല്ല കാര്യത്തിനല്ലേ മോളെ. പരസ്പരം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സുകളുടെ നൊമ്പരം ഇപ്പോ എനിക്ക് മനസ്സിലാകും. നീ പറ, അർജുൻ ഇപ്പോൾ എവിടെയുണ്ട്? അല്ല, എവിടെയാണ് ഇപ്പോൾ അയാളെ നമുക്ക് കാണാനായി പോകേണ്ടത്? അന്നേരം ഇവരുടെ സംസാരം സത്യഭാമയുടെ സെർവന്റ് ശ്രദ്ധിക്കുകയാണ്. പ്രീതി പറയുകയാണ്, പറഞ്ഞില്ലേ, കൃത്യമായിട്ട് അറിയില്ല. അർജുനേട്ടൻ കോടതിയിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചു മുൻപ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു. അത് കേട്ട് വിഷ്ണു കളിയാക്കി ചോദിക്കുകയാണ്, ഓ, അപ്പൊ അതൊക്കെ മുറക്കി നടക്കുന്നുണ്ട് അല്ലേ? മിടുക്കി എന്ന് പറഞ്ഞ് പ്രീതിയെ തട്ടുകയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്, വാ, നമുക്ക് പതുക്കെ അങ്ങ് മുങ്ങിക്കളയാം. ആ സെർവന്റിന്റെ മുന്നിലൂടെ തന്നെ അകത്തേക്ക് പോവുകയാണ് വിഷ്ണുവും പ്രീതിയും. പിന്നീട് സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ് രമണൻ പിള്ള. പുറത്തേക്ക് ഇറങ്ങി വന്ന സത്യഭാമ ചോദിക്കുകയാണ്, അല്ല, സക്കറിയുടെ കാര്യങ്ങൾ എന്തായി? അന്വേഷിച്ചു. അവൻ ഫ്രോഡ് കാണിച്ചു എന്നുള്ളത് സത്യമാണ്. സത്യഭാമ പറയുകയാണ്, മനസ്സിലായി. നേർക്ക് നേരെ നിന്ന് വെട്ടുന്ന ശത്രുക്കളോട് സത്യഭാമ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ പിന്നിൽ നിന്നും കുത്തുന്ന ഇവനെ പോലുള്ളവരോട് ഒരിക്കലും സത്യഭാമ ക്ഷമിക്കില്ല. അവരോട് പൊറുക്കാനും പാടില്ല നമ്മൾ. അവനെ ഉടനെ പൊക്കിയേ പറ്റൂ. രമണൻ പിള്ള പറയുകയാണ്, കണക്കുകൾ ഒന്നുകൂടെ പരിശോധിച്ചപ്പോഴാണ് കൃത്രിമം പിടികിട്ടിയത്. 1-2 രൂപയല്ല, ലക്ഷങ്ങളാണ് വെട്ടിച്ചിരിക്കുന്നത്. അവനെ പോലൊരു ഏജന്റ് നമുക്കിനി വേണ്ട സത്യാമേ.
അതെ, അവനുമായി ഒരിടപാടും വേണ്ട എന്ന് മാത്രമല്ല കേസും ഫയൽ ചെയ്യണം. സത്യഭാമയെ വഞ്ചിച്ചിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. സമാധാനത്തോടെ എന്ന് പറയുമ്പോൾ സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ് വിഷ്ണുവും പ്രീതിയും. പ്രീതിയോട് സത്യഭാമ ചോദിക്കുകയാണ്, അല്ല, വെറുതെ ആയിട്ട് നീ എങ്ങോട്ടായി പോകുന്നത്? വിഷ്ണു ആകെ പരിഭ്രമിച്ച് പറയുകയാണ്, അതമ്മേ, ഷോപ്പിങ്ങിന്. ഷോപ്പിങ്ങിനോ? ആർക്ക്? നിനക്കോ അതോ ഇവൾക്കോ? അത് ഇവൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ പ്രീതിയോട് സത്യഭാമ ചോദിക്കുകയാണ്, ഇന്നലെ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ കൂടെ വരുന്നുണ്ടോ എന്ന്? ഒന്നും വേണ്ടാന്നല്ലേ നീ പറഞ്ഞത്? എനിക്കൊന്നും വേണ്ടിയിട്ടല്ലമ്മേ. വിഷ്ണുവേട്ടന് ഒരേ നിർബന്ധം, എനിക്കെങ്കിലും എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു തരണമെന്ന്. അത് നിനക്ക് തനിച്ചു പോയി വാങ്ങിച്ചാൽ പോരേടാ. അതമ്മ ഇവൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ക്യാഷ് കൗണ്ടറിലിരുന്ന് പരാക്രമം കാണിക്കുന്നവനാണ് നീ. ഇപ്പോതാ അനിയത്തിയും കൊണ്ട് ഇറങ്ങുന്നു. നിനക്ക് ഇത്രയൊക്കെ ക്ഷമയുണ്ടാതിൽ വളരെ സന്തോഷം. ഇനിയും നിന്നാൽ അനിയത്തിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ താമസിക്കേണ്ട. പോയിട്ട് വരാൻ നോക്കെന്ന് പറയുകയാണ് സത്യഭാമ. പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണുവും പ്രീതിയും അവിടെ നിന്നും പോവുകയാണ്. ആശ്വാസമായി എന്നും പറഞ്ഞ് വിഷ്ണു ഇറങ്ങുമ്പോൾ പെട്ടെന്ന് സത്യഭാമ വിളിക്കുകയാണ്, ആ വിഷ്ണു, ഒരു നിമിഷം. ഒരു ഗോപാലകൃഷ്ണന്റെ പേരിൽ നമ്മൾ ഒരു ജോലി ഏറ്റെടുത്തിരുന്നില്ലേ? ആ കുടുംബശ്രീ വീടും ഹോട്ടലും ഒഴിപ്പിക്കാൻ. അതങ്ങ് വിട്ടുകളഞ്ഞോ നീ? അതിന്റെ നീക്കമൊന്നും കണ്ടില്ല. വിക്കി വിഷ്ണു പറയുകയാണ്, അതൊന്നും വിട്ടുകളഞ്ഞിട്ടൊന്നും ഇല്ലമ്മ. അത് എന്താന്ന് വെച്ചാൽ, അതമ്മ, അവിടെ കുറെ പെണ്ണുങ്ങൾ മാത്രമാണേ താമസം. അതുകൊണ്ട് അന്ന് ഗോപാലൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ, കുറെ ഗുണ്ടാ പെണ്ണുങ്ങളാണ് ആ സ്ഥലം കയ്യേറിയതെന്ന്. പക്ഷേ അമ്മ, ആ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇന്ന് വരെ ഇല്ലാത്ത എന്ത് സംശയമാണ് ഇപ്പോൾ മോനെ ഉണ്ടായിരിക്കുന്നത്? അത് ആ ഗോപാലൻ പറഞ്ഞത് സത്യമാണോ എന്ന് പറയുകയാണ് വിഷ്ണു. അത് നീ എങ്ങനെ ഉറപ്പിക്കും? അതമ്മ, ആ സ്ഥലത്തിന്റെ ആധാരത്തിലുണ്ടാകുമല്ലോ അവകാശിയുടെ പേര്. അതിൽ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, അതാര് കണ്ടുപിടിക്കും? അത് കമലൻ ഏറ്റിട്ടുണ്ട്, അവനത് തപ്പിയെടുത്തുകൊണ്ട് വന്നോളും. എന്നാൽ ചെല്ല്, സമയം വൈകിക്കേണ്ട എന്ന് പറയുകയാണ് സത്യഭാമ. സത്യഭാമ അകത്തേക്ക് കയറിപ്പോയ ശേഷം പ്രീതി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? വിഷ്ണു ചോദിക്കുകയാണ്, എന്ത് സംശയം? നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന്? അതെന്താടി നീ അങ്ങനെ ചോദിച്ചത്? പതിവില്ലാത്ത ഒരു മുള്ളുമുനയും വെച്ചുള്ള സംസാരം ആണോ? ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തായാലും എനിക്കൊരു വിഷമമുണ്ട് വിഷ്ണുവേട്ടാ. എന്ത് വിഷമം? ഞാൻ കാരണം അമ്മയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ വീഴുമോ എന്നുള്ള വിഷമം. എന്താ മോളെ ഇത്? അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ്. നീ വന്നേ, വാ, നമുക്ക് പോകാം. അവർ പോയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് ദേഷ്യഭാവത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് സത്യഭാമ. പിറകിൽ നിൽക്കുന്ന രമണൻ പിള്ളയെ പിള്ളയെന്ന് വിളിക്കുകയാണ് സത്യഭാമ. പറയണം സത്യാമ്മേ, നമുക്ക് കോടതി വരെ ഒന്ന് പോകണം. അപ്പോ ഇന്ന് വില്ലേജ് ഓഫീസിൽ പോകണമെന്നല്ലേ നേരത്തെ പറഞ്ഞത്? പറയുന്നത് കേട്ടാൽ മതി. ഇന്ന് നമുക്ക് പോകേണ്ടത് കോടതിയിലേക്കാണ്. അവിടെ നമുക്കൊരു കേസ് തീർപ്പാക്കാനുണ്ട്. പിന്നീട് കാണിക്കുന്നത് കോടതി വരാന്തയിൽ പ്രീതിയെ കാത്തു നിൽക്കുന്ന അർജുനെയും ശാലിനിയുമാണ്. പ്രീതി വരുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് അർജുനും ശാലിനിയും. അർജുൻ പറയുകയാണ്, ശാലിനി, എത്ര നേരമായിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ഇയാള് പൊയ്ക്കോ. അന്നേരം ശാലിനി പറയുകയാണ്, എങ്ങനെയെങ്കിലും ഇവിടെ എത്താമെന്നല്ലേ പ്രീതി പറഞ്ഞത്? ആ സത്യഭാമ വിട്ടു കാണില്ല ശാലിനി. ഇന്നത്തെ ദിവസം അവര് പ്രത്യേകം ശ്രദ്ധിക്കും. കുടിലബുദ്ധിയുടെ ഒരു കൂടാരമാണ് അവര്. ഇനി എന്തെങ്കിലും അഥവാ ഒരു കള്ളം പറഞ്ഞ് വന്നാൽ തന്നെ സത്യഭാമയുടെ CCTV കണ്ണുകൾ പിന്നാലെ ഉണ്ടാകും. ശാലിനി പൊക്കോ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞാൻ സ്കൂട്ടറിലാണ് വന്നത്. അന്നേരം വിഷ്ണുവിന്റെ വണ്ടി കോടതിയിലേക്ക് എത്തുകയാണ്. വിഷ്ണു പ്രീതിയോട് പറയുകയാണ്, നീ ഒന്ന് വിളിച്ചു നോക്ക്. പ്രീതിയുടെ ഫോൺ കണ്ട് അർജുനേട്ടാന്ന് ഉറക്കെ മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ് ശാലിനി. ദേ പ്രീതിയുടെ ഫോൺ. അത് കേട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി താഴേക്ക് ഓടി ഇറങ്ങി വരികയാണ് അർജുൻ. ഫോൺ വാങ്ങിയ ശേഷം അർജുൻ പറയുകയാണ്, ഹലോ പ്രീതി, നീ ഇവിടെ എത്തിയോ? ഞാൻ കോടതിയുടെ മുൻപിലുണ്ട് അർജുനേട്ടാ. എവിടെയെന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, ഒന്നാമത്തെ പോർട്ടിക്കോയുടെ മുൻപിൽ. ആണോ? ഞാനിപ്പോൾ എത്താം. വിഷ്ണു ചോദിക്കുകയാണ്, എന്തു പറഞ്ഞു? ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അർജുന്റെ സന്തോഷം കണ്ട് ശാലിനി ചോദിക്കുകയാണ്, ആളെത്തിയല്ലേ? അതെ, മുൻപിലുണ്ട്. എന്നാൽ ചെല്ല്. താനും വാ എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ വരുന്നത്? ബർത്ത്ഡേ വിഷ് ചെയ്യണ്ടേ? എന്നിട്ട് വേണം രണ്ടാളുടെയും പ്രാക്ക് വാങ്ങിച്ചു കൂട്ടാൻ. അതെ, ഇങ്ങനെ വല്ലപ്പോഴും വീണു കിട്ടുന്ന നിമിഷങ്ങൾക്ക് പൊന്നും വിലയാണ്. എന്നെ വെറുതെ കട്ടുറുമ്പേ എന്ന് വിളിപ്പിക്കല്ലേ അർജുനേട്ടാ. ഒന്ന് പോടിയെന്നും പറഞ്ഞ് ഫോൺ ശാലിനിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അർജുൻ. ശരി, ഞാൻ വിട്ടേക്കുന്നു അർജുനേട്ടാ. പിന്നെ കാണാം എന്ന് പറയുമ്പോൾ ശരി, ഓക്കെ എന്നും പറഞ്ഞ് പ്രീതി നിന്നിടത്തേക്ക് പോവുകയാണ് അർജുൻ. വിഷ്ണു പറയുകയാണ്, എന്നാൽ പോയിട്ട് വാ. പ്രീതിയുടെ അടുത്തേക്ക് എത്താൻ കോടതി വരാന്തയിലൂടെ ഓടുകയാണ് അർജുൻ. വണ്ടിയിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നിൽക്കുകയാണ് പ്രീതി. വണ്ടിയിലിരുന്നു കൊണ്ട് വിഷ്ണു അർജുൻ പ്രീതിയുടെ അടുത്തേക്ക് ഓടി വരുന്നത് കാണുകയാണ്. അർജുൻ ചോദിക്കുകയാണ്, പ്രീതി, നീ ഒറ്റയ്ക്കാണോ വന്നത്?
അല്ല, വിഷ്ണുവേട്ടനാണ് കൊണ്ടുവിട്ടതെന്ന് പറഞ്ഞ് വണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ് പ്രീതി. അന്നേരം വിഷ്ണുവിനെ കൈയെടുത്ത് കാണിക്കുകയാണ് അർജുൻ. വിഷ്ണുവും കൈ കാണിക്കുന്നു. നമുക്ക് കാറിൽ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് പ്രീതിയും കൂട്ടി പോവുകയാണ് അർജുൻ. കാറിൽ കയറിയ ശേഷം അർജുൻ വീണ്ടും പ്രീതിയോട് പറയുകയാണ്, ഒൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ മൈ വൈഫ്. പ്രീതി പറയുകയാണ്, താങ്ക്സ് അർജുനേട്ടാ. എന്തെങ്കിലും ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വേണ്ട അർജുനേട്ട, അന്നത്തെ ഗിഫ്റ്റിന്റെ കാര്യം ഓർമ്മയില്ലേ? അമ്മയത് വലിച്ചെറിഞ്ഞു. ഇനിയും അർജുനേട്ടൻ തരുന്ന ഗിഫ്റ്റ് അമ്മ കണ്ടുപിടിച്ചാൽ അങ്ങനെ അപമാനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അർജുനേട്ട. ചുറ്റുമൊക്കെ നോക്കിയിട്ട് അർജുൻ പറയുകയാണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് തന്നാലോ? അതിനുശേഷം പ്രീതിയുടെ നെറ്റിൽ ചുംബിക്കുകയാണ് അർജുൻ. പ്രീതി പറയുകയാണ്, ഈ നിമിഷം എനിക്ക് മരിച്ചാലും സങ്കടമില്ല അർജുനേട്ട. പിന്നീട് കാണിക്കുന്നത് വണ്ടിയിൽ തന്നെ ഫോൺ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെയാണ്. അന്നേരം അവിടേക്ക് ബൈക്കിൽ എത്തുകയാണ് കമലൻ. ആശാനെ ആശാനെ എന്ന് ഗ്ലാസിൽ തട്ടി വിളിക്കുകയാണ് കമലൻ. വിഷ്ണു വാടാന്ന് പറയുമ്പോൾ വണ്ടി തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുകയാണ് കമലനും. കമലൻ പറയുകയാണ്, എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായിപ്പോയി ആശാനെ. ഞാൻ എവിടെയെല്ലാം തപ്പിയെന്നറിയാമോ? ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് ആശാൻ പ്രീതിമോളെയും കൊണ്ട് ഇങ്ങോട്ടാണ് വന്നതെന്നറിഞ്ഞാൽ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അർജുനളിയനെ കാണാനാണ് വന്നതെന്നറിഞ്ഞാൽ സത്യാമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ ആശാന്? വിഷ്ണു പറയുകയാണ്, കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെടാ. എടാ, രണ്ട് ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നതിനേക്കാൾ സുഖവും സന്തോഷവും ഈ ലോകത്ത് മറ്റെന്ത് ചെയ്താലും കിട്ടില്ല എന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അന്നേരം അർജുന്റെ തോളിൽ തലചായ്ച്ചു കിടക്കുകയാണ് പ്രീതി. കമലൻ പറയുകയാണ്, ആശാൻ അത് പറഞ്ഞത് കറക്റ്റ്. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒന്നിക്കട്ടെ ആശാനെ. ഇന്ന് വരെ ലോകത്ത് ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി തടുക്കാനും കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു വിചാരം. കൊടുകൈ എന്നും പറഞ്ഞ് വിഷ്ണു കമലന് കൈ കൊടുക്കുകയാണ്. സീറ്റിലിരുന്ന് വീണ്ടും ആലോചിക്കുന്ന വിഷ്ണുവിനോട് കമലൻ ചോദിക്കുകയാണ്, ആശാൻ എന്തായി ആലോചിക്കുന്നത്? കണ്ടിട്ട് ഈ ലോകത്തൊന്നും അല്ലല്ലോ. അതേടാ, നീ കണ്ടില്ലേ ഇവിടെ എത്ര നല്ല മനോഹരമായ അന്തരീക്ഷമാണെന്ന്. ചുറ്റും തഴുകി വരുന്ന കാറ്റ്, ഭൂമി മുഴുവൻ പ്രണയത്തിൽ മുങ്ങി നിൽക്കുന്ന പോലെ. കമലൻ പറയുകയാണ്, എന്റെ ശിവനെ, കവിതയാണല്ലോ. പ്രേമം തലയ്ക്ക് പിടിച്ചാൽ ഇതാണ് കുഴപ്പം. വിഷ്ണു പറയുകയാണ്, ഇപ്പോൾ അവളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ സൂപ്പറായേനെ. കമലൻ ചോദിക്കുകയാണ്, അതിനാണോ വിഷമം? വണ്ടിയുടെ ആശാനെ, നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വിടാം. അല്ലെങ്കിൽ വീട്ടിലേക്ക് കൈയോടെ കാണാമല്ലോ നമുക്ക്. അതിനൊരു രസമില്ലടാ. ദേ ഇതാണ് നമ്മുടെ സീൻ. മനോഹരമായ ലൊക്കേഷനിൽ നായകനും കൂട്ടുകാരനും കാത്തിരിക്കുന്നു. ഇവിടേക്ക് വേണം നമ്മുടെ ഹീറോയിൻ കടന്നു വരാൻ. അന്നേരം വിഷ്ണുവിന്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് ശാലിനി. പെട്ടെന്ന് ശാലിനിയുടെ കണ്ണിൽ എന്തോ പൊടി വീഴുകയാണ്. ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ വിഷ്ണു അത് കാണുന്നുണ്ട്. പെട്ടെന്ന് അത് കണ്ട് വിഷ്ണു ഒന്നുകൂടി സൂക്ഷിച്ച് ഗ്ലാസ്സിലേക്ക് നോക്കുകയാണ്. ശാലിനിയെ കണ്ട സന്തോഷത്തിൽ ഡാഡാ അവളെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് കമലിനോട് വിഷ്ണു. കമലൻ പറയുകയാണ്, ആശാനെ, ഇത് ബെസ്റ്റ് ചാൻസ് ആണ് ഐ ലവ് യു പറയാൻ. കഴിഞ്ഞ തവണയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാടാ അത്. എന്തോന്ന് ഐ ലവ് യു എന്നോ? അല്ലല്ല, അവൾ എന്നോട് താങ്ക്സ് എന്ന് പറഞ്ഞു. എന്ന് പറയുകയാണ് കമലൻ. ഈ ആശാനിതെന്തോന്ന് താങ്ക്സ് എവിടെ, ഐ ലവ് യു എവിടെ? താങ്ക്സും ഐ ലവ് യുവും തമ്മിൽ ഒരുപാട് ദൂരമൊന്നും ഇല്ലടാ, ദേ വരുന്നുണ്ടെന്ന് ഫ്രണ്ട് ഗ്ലാസിനടുത്തേക്ക് വരുന്ന ശാലിനിയെ നോക്കി പറയുകയാണ് വിഷ്ണു. ദേടാ, അവൾ വരുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന്റെ വണ്ടിയുടെ അടുത്തേക്ക് എത്തുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനി വിഷ്ണുവിന്റെ വണ്ടിയുടെ ഗ്ലാസ്സിൽ നോക്കി മുഖത്ത് കണ്ണിലേക്ക് പൊടി പോയത് എന്താന്ന് നോക്കുകയാണ്. കമലൻ പറയുകയാണ്, ആശാനെ പറ ആശാനെ. ഡ്രൈവർ സീറ്റിന്റെ അടുത്തുള്ള കണ്ണാടിയിലേക്ക് തന്നെ നോക്കി കണ്ണിലെ പൊടി എടുക്കുകയാണ് ശാലിനി. കമലൻ പറയുകയാണ്, പറയ്, ഐ ലവ് യു എന്ന് പറയ്. കണ്ണിലെ പൊടിയെടുത്ത ശേഷം ഗ്ലാസ്സിലൊന്ന് തലോടിയിട്ട് ശാലിനി മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.